എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ പ്രത്യേകം സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. നല്ല ദിവസത്തെയും അതുപോലെ തന്നെ നല്ല നാളുകളെയും ദൈവം നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്ന് അല്പനേരം നിങ്ങളുമായി പങ്കുവയ്ക്കാനായിട്ട് ആഗ്രഹിക്കുന്ന സന്ദേശത്തിൻ്റെ തലക്കെട്ട് ദൈവരാജ്യം, നമ്മളുടെ ഇടയിലുള്ള ദൈവരാജ്യം എന്നുള്ളതാണ്. എനിക്ക് വളരെ താല്പര്യമുള്ളൊരു സബ്ജക്റ്റാണ്. അതും നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കുവാനും ഒരു ആത്മീയ വർധനവ് പരസ്പരം ഉണ്ടാകുവാനും നിങ്ങൾക്കും ഈ സന്ദേശം അല്പം പ്രയോജനപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, നമ്മുടെ ദൈവരാജ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഇടയിൽ അധികം പ്രസംഗിക്കാത്തൊരു സബ്ജക്റ്റാണ്. ഇപ്പം അതിന് പകരം നമ്മളൊക്കെ ഉപയോഗിക്കുക മോക്ഷം, അല്ലെങ്കിൽ സ്വർഗം, അല്ലെങ്കിൽ നിത്യത, അല്ലെങ്കിൽ ആത്മശാന്തി എന്നൊക്കെയുള്ള നിലയിലുള്ള ആ നിലയിലാണ് സുവിശേഷം പ്രസംഗിക്കാറ്. അങ്ങനെയാണ് നമ്മൾ പൊതുവിൽ കേട്ടിട്ടുള്ളത്. നമ്മൾ ബൈബിളിൽ കണ്ടിട്ടുണ്ട് ദൈവരാജ്യം. യേശുക്രിസ്തു ഇങ്ങനെ പ്രസംഗിച്ചിട്ടുണ്ട്, സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചിട്ടുണ്ട്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, അങ്ങനെ സ്നാപക യോഹന്നാൻ പറഞ്ഞിരിക്കുന്നു. അതുപോലെ യേശുക്രിസ്തു പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെട്ട്, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കും. അങ്ങനെ ബൈബിളിൽ നമുക്ക് വളരെ ആവർത്തിച്ച് കേൾക്കുന്ന ഒരു പദമാണ് ദൈവരാജ്യം എന്ന് പറയുന്നത്. കർത്താവ് ഉപമ പറഞ്ഞതിൽ കൂടുതലും ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങളാണ് കർത്താവ് പറയുവാനും ഇടയായിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒരു രാജ്യമെന്ന് നമ്മൾ മനസ്സിലാക്കുമ്പോൾ, വിലയിരുത്തുമ്പോൾ ഒരു രാജ്യം ഉണ്ടാകണം, അതിന് ഒരു രാജാവ് ഉണ്ടാകണം, അതുപോലെ ഒരു നിയമം ഉണ്ടാകണം, അതുപോലെ തന്നെ ആ രാജ്യം ശക്തിയുള്ളതായി തീരണം. എങ്ങനെയാണ് ആ രാജ്യം നിലനിൽക്കുവാനായിട്ട് ഇടയാകുക? അതുപോലെ തന്നെ ആകണം ദൈവരാജ്യം എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞുവല്ലോ, ദൈവവചനം അത് ദൈവരാജ്യം എന്ന് പറയുന്നത് അത് ശാശ്വതമായിരിക്കും. അത് എങ്ങനെയായിരിക്കും? നിത്യമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും. യഹൂദന്മാരെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ചിരിക്കുന്നത് ഈ ദൈവരാജ്യം. അവർ അതിനുവേണ്ടി കാത്തിരുന്നു. ഒരു രാജാവ് വരും, അങ്ങനെ അവരുടെ രാജാവ് ഭരിക്കുകയും അവർക്ക് രാജാവായി വാഴുകയും ഈ ലോകത്തെ അങ്ങനെ ഭരിക്കും എന്നുള്ള പ്രതീക്ഷയാണ് യഹൂദന്മാരുടെ ഇടയിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഒരു രാജ്യം എങ്ങനെയൊക്കെ ഉണ്ടാകണമെന്നും അതിലെന്തൊക്കെ ഉണ്ടാകും, അതുപോലെ തന്നെ യേശുക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ദൈവരാജ്യം നമ്മുടെ ഇടയിൽ, മലയാളികളുടെ ഇടയിൽ അങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ നമുക്കത് കൂടുതലത് പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ബൈബിളിൽ ഒത്തിരി നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഞാൻ രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്, യേശുക്രിസ്തു പറഞ്ഞു ഒരു 3-4 കാര്യങ്ങൾ ബൈബിളിനകത്ത് നിന്ന് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുക. എന്നിട്ട് അതിന് ശേഷം ഞാൻ അതിൻ്റെ റെഫറൻസ് വാക്യങ്ങൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നതാണ്. ഒന്നാമത് യേശുക്രിസ്തു പറഞ്ഞ ഒരു ശക്തമായ ഒരു പ്രസംഗമാണ് നമ്മൾ നേരത്തെ പറയാനിടയായി തീർന്നു. എന്താണ്? ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അങ്ങനെയാണ് താൻ പ്രസംഗിച്ചു തുടങ്ങിയത്. എന്നാൽ താൻ പിന്നെ പ്രസംഗിച്ച് കുറച്ച് കഴിയുമ്പോൾ തൻ്റെ പ്രസംഗം ഇങ്ങനെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എന്ന് യേശുക്രിസ്തു പറയുവാനായിട്ട് ഇടയായി. പിന്നീട് കുറച്ചുകൂടിയും കഴിഞ്ഞപ്പോൾ യേശുക്രിസ്തു പറഞ്ഞ കാര്യം, ദൈവരാജ്യം നിങ്ങളുടെ ഇടയിലുണ്ട് എങ്കിൽ ഭൂതങ്ങൾ പുറത്താക്കപ്പെടും. അപ്പോൾ അതിന് വാസ്തവമായും അത് നമുക്ക് അംഗീകരിക്കുവാനും വിശ്വസിക്കുവാനായിട്ട് കഴിയും. കാരണം അങ്ങനെ അപ്രകാരം പൈശാചികമായ ബന്ധനങ്ങളും പ്രതിസന്ധികളും ഒക്കെ അതിൽ നിന്ന് ജനം വിടുവിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പം ദൈവരാജ്യ ശക്തിയോടെ വരുമ്പോൾ ഈ കാര്യം സംഭവിക്കുമെന്ന് യേശുക്രിസ്തു പ്രസ്താവിപ്പാനിടയായി തീർന്നു. ഒന്ന്, സമീപിച്ചിരിക്കുന്നു. രണ്ടാമത്തേത്, നിങ്ങളുടെ ഇടയിലുണ്ട്. ഒന്നും കൂടി ഉറപ്പിക്കുന്നതായ കാര്യം, പിന്നത്തെ കാര്യം പറയും, ദൈവരാജ്യ ശക്തിയോടെ നിങ്ങളുടെ അടുക്കലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നീട് നമുക്ക് ദൈവരാജ്യം എന്ന് പറയുന്നത് യേശുക്രിസ്തു പറഞ്ഞതിൻ്റെ വെളിച്ചത്തിലുള്ള കാര്യങ്ങളാണ്. പിന്നീട് യഹൂദന്മാർ കാത്തിരിക്കുന്നതും, അപ്പോൾ തന്നെ നമുക്ക് പുതിയ നിയമ വിശ്വാസികളായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും യേശുക്രിസ്തുവിലൂടെ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ദൈവരാജ്യം, അത് നിത്യതയോടുള്ള ബന്ധത്തിൽ ശാശ്വതമായി നിൽക്കുന്ന ഒരു ദൈവരാജ്യമാണ്. അപ്പം ഒന്ന്, സ്വർഗം ഇന്ന് ദൈവത്തിൻ്റെ രാജ്യമാണ്. അപ്പോൾ ഒന്ന്, പിന്നെ നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യം. 3, വരുവാനിരിക്കുന്ന ദൈവരാജ്യം. ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അപ്പോൾ സ്വർഗരാജ്യത്തെക്കുറിച്ച്, ദൈവരാജ്യത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ട ആവശ്യമില്ല. അത് അക്ഷരികമായി സ്വർഗത്തിൽ ഇന്ന് ഉണ്ട്. എന്നാൽ നമ്മുടെ ഇടയിലുള്ള ദൈവരാജ്യം എന്ന് പറയുന്നത് ആത്മീയ രാജ്യമാണ്. അത് കാണാൻ കഴിയാത്ത രാജ്യമാണ് യേശുക്രിസ്തു പറയുന്നതായ കാര്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ദൈവരാജ്യം എന്ന് പറയുന്നത് പൗലോസ് അപ്പോസ്തലൻ
റോമലേഖനം 14-17 വാക്യത്തിൽ പറയുന്നത് എങ്ങനെയാണ്? ദൈവരാജ്യം എന്ന് പറയുന്നത് ആത്മികമാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് അവിടെ പറയുന്നത്. അവിടെ പറയുന്നത് എന്താണ്? റോമലേഖനം 14-17 പറയുന്നത് ദൈവരാജ്യം ഭക്ഷണമോ പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോൾ നമുക്ക് ഈ ദൈവരാജ്യം എന്ന് പറയുന്ന ഒരു രാജ്യമാണ്. ഒരു ഭരണം വേണം, അതുപോലെ നിയമം വേണം, ഒരു ശക്തി വേണം. അപ്പോൾ നമ്മുടെ ഇടയിലുള്ള ഈ ദൈവരാജ്യം ഇതുപോലെ തന്നെ നമുക്കൊരു രാജ്യമായി തീരുവാനായിട്ട് ഇടയാകണം. അത് ആത്മീയ രാജ്യമാണ്. അത് എങ്ങനെയാണ് ആത്മീയ രാജ്യമായി തീരുന്നത് എന്ന് വേഗത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം. നമ്മുടെ ഹൃദയമാകുന്ന ആ രാജ്യത്തിലാണ് എങ്ങനെയാ രാജ്യം ഉണ്ടാകുന്നത്? ആ ഹൃദയത്തിലാണ് ദൈവം വസിക്കുവാനിടയായി തീരുമ്പോൾ ആ ഹൃദയം ദൈവരാജ്യമായി തീരുവാനിടയാകും. ആ ഹൃദയത്തിൽ ദൈവം വാഴുവാനായിട്ടിടയായി തീരുകയാണ്. അവനാണ് യേശുക്രിസ്തുവിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, യേശുവെ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അതിനെ പാപികളായ ഒരുവനിൽ ദൈവം വസിക്കുകയില്ല. അതിനെ പാപക്ഷമ പ്രാപിക്കണം. യേശു എന്ത് ചെയ്യണം? നമ്മളെ വിശുദ്ധീകരിച്ചിട്ട് വിശുദ്ധരായി തീർന്നിട്ട് വേണം യേശുവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിക്കാൻ. അപ്പോൾ പാപങ്ങളെ കർത്താവിനോട് ഏറ്റുപറയുകയും അപ്പോൾ അവർക്ക് യേശുക്രിസ്തു പാപം ക്ഷമിക്കുകയും ആ പാപത്തിന് പരിഹാരമൊക്കെ വരുത്തിയത് കൊണ്ട് ക്ഷമിച്ച് ആ രക്തം കൊണ്ട് നമ്മളെ ശുദ്ധീകരിച്ച് രക്തം മുഖാന്തരം നമ്മൾ വിശുദ്ധരായി തീരും. ഇങ്ങനെയുള്ളവരാണ് യേശുവെ എൻ്റെ ഹൃദയത്തിൽ വരണമേ എന്ന് നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവ ആത്മാവായിട്ട് നമ്മിൽ വസിക്കുന്നത്. അന്ന് നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വാഴുവാനായിട്ട് ഇടയാകുക. അപ്പോൾ ഒരു ഭരണം നടക്കുവാനായിട്ട് ഇടയായി തീരുന്നു. പലപ്പോഴും ആ ഭരണത്തിൻ്റെ കീഴിൽ നമുക്ക് പലപ്പോഴും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ ഭരണത്തിനെ അംഗീകരിക്കുന്നത്, രാജാവായിട്ട് തീരുന്നത് ദൈവവചനം വിശ്വസിച്ച് അതിനനുസരിച്ച് ജീവിക്കുന്നവർ അവനെ രാജാവായി ആ വാഴ്ചയെ ആ ഭരണത്തെ അംഗീകരിക്കുന്നവരാണ്. അപ്പോൾ രണ്ടാമത്തേത്, ഇനി അവിടെ നിയമങ്ങൾ വേണം. അപ്പോൾ ഒരു രാജ്യം, ഹൃദയം ഒരു ആത്മീയ രാജ്യമായി തീർന്നു. അവിടെ ഒരു ഭരണമുണ്ടായി, പിന്നെ നിയമങ്ങളുണ്ട്. ആ നിയമമാണ് റോമാലേഖനം 14-17 പറയുന്നത്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. നീതിയോടെ ജീവിക്കണം, ദൈവത്തിന്റെ നീതിയോടെ ജീവിക്കണം. രണ്ടാമത്തേത്, സമാധാനപരമായ നിലകളിൽ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ഇടയാകണം. മൂന്നാമത്തേത്, പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ദൈവവചനമനുസരിച്ച് എൻ്റെ ഹൃദയത്തിൽ ദൈവം വാഴുന്നത് കൊണ്ട് അതിൽ നമുക്കൊരു സന്തോഷമുണ്ട്. ആ ദൈവം വാഴുന്നതുകൊണ്ട് മരിച്ചാലും ഞാൻ എന്ത് ചെയ്യും? ദൈവത്തോടു കൂടെ വാഴുവാനായിട്ട് ഇടയാകും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ദൈവമുള്ളത് ഇങ്ങനെയുള്ള ഒരു വലിയ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം അങ്ങനെ വലിയ ഒരു ആത്മീയ അനുഗ്രഹത്തിലേക്ക് എത്തിയത് കൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാകും. അപ്പോൾ നീതിയോടെ സമാധാനത്തോടെയും ഏത് മാർഗമാണ് നമുക്കുള്ളത്? സമാധാന മാർഗമാണ് നമുക്കുള്ളത്. അങ്ങനെ നമുക്ക് മുന്നോട്ട് പോകുന്ന ഒരു നിയമമാണ് ആത്മീയ രാജ്യമായിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് തന്നിരിക്കുന്നത്. ഇനി ഒരു രാജ്യം ശക്തിയുള്ളതായി തീരണം. ആ രാജ്യം ശക്തിയുള്ളതായിട്ട് എങ്ങനെ തീരുന്നത്? അതിന് പവർ വേണം. അപ്പോൾ ദൈവരാജ്യത്തിൽ ശക്തിയുണ്ട്. ശക്തിയോടെയാണ് ഈ ദൈവരാജ്യം നമ്മുടെ ഇടയിൽ ഉള്ളത് എന്ന് ഉറപ്പിക്കുവാനാണ് നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പൈശാചികമായ വ്യാപാരങ്ങളും അതിൻ്റെ ബലങ്ങളും കെട്ടുപോയി നമ്മുടെ ജീവിതത്തിൽ ഒരു ഫ്രീ ആവുന്ന, ഒരു സ്വാതന്ത്ര്യം വരുത്തുന്ന പൈശാചികമായ പദ്ധതികളും വെല്ലുവിളികളും പോരുകളും അല്ലെങ്കിൽ ഏതൊക്കെ നിലകളാണോ പിശാച് ഒരു വ്യക്തിയെ, ഒരു കുടുംബത്തെ ഇല്ലാതാക്കുവാൻ ശ്രമിക്കുന്നത്, അതിൻ്റെ പദ്ധതികളെ വെട്ടിക്കളയുവാൻ അല്ലെങ്കിൽ അതിൻ്റെ ബലം ഇല്ലാതാക്കി തീർക്കുവാൻ അല്ലെങ്കിൽ അതിനെ തോൽപ്പിച്ച് കളയുവാൻ, തകർത്ത് കളയുവാൻ കഴിയുന്ന ഒരു പവർ ദൈവരാജ്യത്തിനകത്തുണ്ട്. ആരുടെ ഹൃദയത്തിലാണോ ദൈവം വാഴുന്നത് ആ ഹൃദയം ദൈവരാജ്യമാണ്. അവിടെ ഒരു രാജാവുണ്ട്, അവിടെ ഒരു നിയമമുണ്ട്, അവിടെ ഒരു പവറുണ്ട്. ആ പവർ എന്തിനുള്ളതാ? അന്ധകാര ശക്തികളെ കീഴാക്കിക്കൊണ്ടുള്ള ഒരു പവറാണ് ദൈവരാജ്യത്തിനകത്ത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, എന്താണ്? ദൈവരാജ്യ ശക്തിയോടെ വരുമ്പോൾ ഭൂതങ്ങൾ പുറത്താകുന്നു, അന്ധകാര ശക്തികളും അതിൻ്റെ പദ്ധതികൾ പൂർണ്ണമായി ഇല്ലാതാകും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ദൈവരാജ്യത്തിലെ രണ്ടാമത്തെ കാര്യമാണ് ആത്മീയ രാജ്യം. നമ്മുടെ ഹൃദയങ്ങൾ, ഇന്ന് ഓരോരുത്തരുടെ ഹൃദയങ്ങൾ ദൈവരാജ്യമായി തീരുന്നത്. അവിടെ ഒരു വാഴ്ചയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഏതെങ്കിലും നിലയിൽ പൈശാചികമായ നിലകളിൽ ബന്ധിക്കപ്പെട്ട് അല്ലെങ്കിൽ വളരെ പ്രയാസപ്പെട്ട് ഈ തലമുറകൾക്കെതിരെ, ഭാവിക്കെതിരെ, കുടുംബത്തിനെതിരെ അങ്ങനെ പ്രതിസന്ധി നേരിടുമ്പോൾ നിങ്ങളുടെ അകത്ത് ദൈവം വാഴുന്നുവെങ്കിൽ അത് ദൈവരാജ്യമായി തീരും. ആ ദൈവരാജ്യ വചനം അനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ, ആ നിയമം നീതിയോടെ സമാധാനത്തോടെ മുന്നോട്ട് പോകുന്നുവെങ്കിൽ, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ, ആ നിയമത്തിൻ്റെ കീഴിലായി
ആമേ പിന്നീട് ആമേ ശക്തിയോടെ വെളിപ്പെടുന്ന ഒരു പവർ അതിനകത്ത് വ്യാപരിക്കും. അവിടെ അന്ധകാര ശക്തികൾക്ക് നിൽക്കാൻ കഴിയത്തില്ല. അത് നമ്മുടെ മുമ്പിൽ തകർന്നു പോകും. ആമേ പൈശാചിക ശക്തികളാൽ ആരെങ്കിലും ഭാരപ്പെടുന്നുവെങ്കിൽ യേശുവെ പാപക്ഷമയ്ക്ക് വേണ്ടി കർത്താവിനോട് പാപങ്ങളെ ഏറ്റുപറയുകയും യേശു എൻ്റെ ഹൃദയത്തിൽ വാഴണമേ എന്ന് പറയുകയും ദൈവത്തിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ സമർപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിശ്ചയമായും ഈ പൈശാചിക ശക്തികളുടെ മേൽ നിനക്ക് ജയവും ഒരു വലിയ സമാധാനവും നിന്റെയും നിന്റെ കുടുംബത്തിനകത്തും ദൈവം നൽകി തരുവാനായിട്ട് ഇടയാണ്. അപ്പോൾ ഈ ആത്മീയ രാജ്യമായിരിക്കുന്ന ദൈവരാജ്യം നമ്മുടെ ഇടയിലുണ്ട്. അത് ഹൃദയത്തിലാണ്. അത് പവറുണ്ട്. അതിനനുസരിച്ച് നമുക്കൊരു നിയമമുണ്ട്. ആ നിയമം വിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയില്ല. ഒരു നീതിയോടെ സമാധാനത്തോടെ പരിശുദ്ധാത്മാവിലുള്ള സന്തോഷം. ഈ ലോകത്തിന്റെ സന്തോഷമല്ല. ഈ ലോകത്തിന്റെ സന്തോഷത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം. അത് എന്താണ് ഈ ലോകത്തിന്റെ സന്തോഷം എന്ന് പറയുന്നത്? അതൊരു കൾച്ചറാണ്. അത് നമുക്ക് ദൈവമക്കൾക്ക് ആത്മീയതയ്ക്ക് ചേരുന്നതല്ല എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. മൂന്നാമത്തേതാണ് അക്ഷരികമായി കാണത്തക്കവണ്ണം ഒരു ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തെ കുറിച്ചിട്ടാണ് യഹൂദന്മാർ പ്രതീക്ഷിച്ചിരുന്നത്. അവർ കാത്തിരുന്നത്. ഒരു രാജാതിരാജാവായി കുതിരപ്പുറത്ത് വരുന്ന യേശു ക്രിസ്തുവിനെയാണ് അവർ പ്രതീക്ഷിച്ചത്. അവർ ഒരിക്കലും അവരുടെ ബ്ലഡില് കഴുതപ്പുറത്ത് വരുന്ന ഒരു യേശു ക്രിസ്തുവിനെ കുറിച്ച് അവർക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അതിനെക്കുറിച്ച് ഇത് ആദ്യത്തെ വരവാണ് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ. ഇനി വരുന്ന വിശ്വാസ പ്രമാണത്തിൽ പറയുന്ന പോലെ ഇനി യേശു വീണ്ടും വരും. ആ വരവാണ് യഹൂദന്മാരെ കാത്തിരുന്നത്. ആദ്യത്തെ വരവിൽ ഒത്തിരി യഹൂദന്മാരൊക്കെ ക്രിസ്ത്യാനികളായി തീർന്നത് നമുക്കറിയാം. പാപമോചനം അവനിലുണ്ട്. പാപത്തിന് പരിഹാരം വരുത്തുവാനാണ്, തന്നെ തൻ്റെ ജീവനെ യാഗമാക്കി പരിഹാരം വരുത്തുവാനാണ് യേശു ക്രിസ്തു വന്നത് എന്ന് വിശ്വസിച്ച് ആദിമ സഭയിൽ ധാരാളമായി ഒഴുകി വന്നത് യഹൂദന്മാരായിരുന്നു. പക്ഷെ പൊതുവിൽ അവരെ കാത്തിരിക്കുന്നത് രാജാവായി യേശു ക്രിസ്തു മശിഹ വരുമെന്നും യെരുശലേമിൽ വാഴുമെന്നും അങ്ങനെ ഈ ലോകത്തെ ഭരിക്കും എന്നുള്ള കാഴ്ചപ്പാടാണ്, അവരുടെ വിശ്വാസമാണ്. അത് ദൈവവചന പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് കൂടുതൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അക്ഷരികമായി ഈ ദൈവരാജ്യം വരുവാനായിട്ട് ഇടയായിത്തീരും. കാണത്തക്കവണ്ണം യഹൂദന്മാരെ കാത്തിരുന്നതും യേശു വാഗ്ദത്തം ചെയ്തിരിക്കുന്നതും നമ്മൾ കാത്തിരിക്കുന്നതുമായ ഒരു ദൈവരാജ്യം. അല്ലെങ്കിൽ മറ്റൊരു നിലയിൽ ഇംഗ്ലീഷുകാരുടെ വാക്ക് എന്ന് പറയുന്നത് എനിക്ക് വളരെ സന്തോഷമുള്ള വാക്കാണ്. നമ്മൾ ഈ ദൈവരാജ്യം എന്ന് പറയുന്നതിനേക്കാളും കുറച്ചും കൂടി എനിക്ക് ഇഷ്ടമുള്ള പദമാണ് കിങ്ഡം ഓഫ് ഗോഡ്, അല്ലേ? ഞാൻ ആ സ്ലാങ്ങൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കാം. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യം എപ്പോഴാണ് വരുന്നത്? കാണത്തക്കവണ്ണം ആ ദൈവരാജ്യം നിത്യതയായിരിക്കും. അക്ഷരികമായി യേശു ക്രിസ്തു നമുക്ക് രാജാവായിട്ട് വാഴും, ഈ ഭൂമിയെ ഭരിക്കും. അന്ന് നീതിയോടെ സമാധാനത്തോടെ ലോകം ആയിത്തീരും. അവിടെ കണ്ണുനീരില്ല, മുറവിളിയില്ല, കരച്ചിലില്ല, അങ്ങനെ മരണമില്ല. അങ്ങനെ ഒരു രാജ്യത്തിലേക്ക് അതിനുവേണ്ടിയാണ് നാം കാത്തിരിക്കുന്നത്. ആ രാജ്യമാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നത്. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വെള്ളത്താലും ആത്മാവിന് ജനിച്ചില്ല എങ്കിൽ, വീണ്ടും ജനിച്ചില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല എന്ന്. ആ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. വീണ്ടും ജനിക്കുക. ഒരു പ്രാവശ്യം അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചു. അവരോട് പറയുക, വീണ്ടും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല. എങ്ങനെയാണ് ജനിക്കേണ്ടത്? ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും അണ്ടത്തിൽ നിന്നും ബീജത്തിൽ നിന്നും ഒരു വ്യക്തി ഉളവാകുന്നത് പോലെ ദൈവവചനത്താൽ, വെള്ളത്താൽ ശുദ്ധജലമായിരിക്കുന്ന ദൈവവചനം, ആ സുവിശേഷം, അല്ലേ? നമുക്കറിയാം, സുവിശേഷം എന്ന് പറയുന്നത്, സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ പ്രസന്റ് ചെയ്യുന്ന സന്ദേശത്തിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് കഴിയും. നിത്യജീവന്റെ സന്ദേശം. അത് നിത്യജീവനെ ബന്ധപ്പെടുത്തി സുവിശേഷം അറിയിക്കുന്നതാണ്. ഈ ദൈവരാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സന്ദേശത്തെക്കുറിച്ച് പറയുന്നത്, ആ സുവിശേഷത്തെക്കുറിച്ച് പറയുന്ന വാക്ക് എന്താണ്? രാജ്യത്തിന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. രാജ്യത്തിന്റെ വചനങ്ങൾ. ഏതാ രാജ്യം? ദൈവരാജ്യം. അപ്പോൾ ഹൃദയത്തിൽ ഒരു രാജ്യമുണ്ട്. അക്ഷരികമായി കാണുവാൻ കഴിയുന്ന നിത്യമായി ഒരു രാജ്യത്തെക്കുറിച്ച് പ്രസന്റ് ചെയ്യുകയാണ്. അപ്പോൾ രാജ്യത്തിന്റെ വചനങ്ങൾ വിശ്വസിക്കണം. അവിടെയാണ് പറയുന്നത്, ഈ രാജ്യത്തിന്റെ വചനത്തിൽ പ്രവേശിക്കണമെങ്കിൽ വീണ്ടും ജനിക്കണം. ഒരു മനുഷ്യൻ ജനിക്കുന്നത് പോലെ ദൈവവചനമാകുന്ന ശുദ്ധജലത്താൽ ഈ രാജ്യത്തിന്റെ സന്ദേശം കേട്ട് വിശ്വസിച്ച്, യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ, എൻ്റെ പാപങ്ങളെ ക്ഷമിക്കണമേ എന്ന് പറയുന്നവരുടെ ജീവിതത്തിൽ ദൈവം ആത്മാവായി വസിക്കുകയും ആത്മാവ് അവനെ ജീവിപ്പിക്കുകയും ചെയ്യും. ജഡത്താൽ ജനിക്കുന്നത് ജഡമാകുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവിനാൽ ജനിക്കുന്നത് നമ്മുടെ ആത്മാവാകുന്നത് കൊണ്ട് ആത്മാവ് വീണ്ടും ജനിക്കുവാനിടയായിത്തീരും. അപ്പൊ വീണ്ടും ജനിക്കുന്നത് ആത്മാവാണ്.
ഈ ആത്മാവ് ജീവിച്ച് അവർക്കാണ് എന്ത് ലഭിക്കുന്നത്? വീണ്ടും ജനിച്ച് സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് കഴിയുന്നത്. അത് എപ്പോഴാണ് ഈ ദൈവരാജ്യം വരുന്നത്? നമ്മുടെ വിശ്വാസ പ്രമാണമുണ്ട്. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവൻ ഉദിക്കും. ജീവനോടിരിക്കുന്ന നാം ഒരുമിച്ച് മേഘങ്ങളിലേക്ക് എടുക്കപ്പെടും. കർത്താവിനെ എതിരേൽക്കുവാൻ ആകാശങ്ങളിലേക്ക് എടുക്കപ്പെടും. അന്ന് നാം കർത്താവിനോട് കൂടെ കർത്താവിനെ പോലെ ആയിത്തീരും. ഈ ശരീരം തേജസ്കരിക്കപ്പെടും. നഷ്ടപ്പെട്ട തേജസ് തിരിച്ച് പ്രാപിക്കുവാനായിട്ട് ഇടയായിത്തീരും. അന്ന് ആ ദിവസം ആ കാഹളനാദത്തിങ്കൽ മരിച്ചവരും ജീവനോടിരിക്കുന്നവരും ആകാശമേഘങ്ങളിൽ എടുക്കപ്പെട്ടതിന് ശേഷം അതിനുശേഷം ഒലിവുമലയിൽ യെരൂശലേമിൽ വീണ്ടും വരികയും ദൈവം കർത്താവ് രാജാവായിട്ട് വാഴുവാനിടയാകും. അതിനുശേഷം 1000 ആണ്ടിനെ കുറിച്ച്, ഒരു സഹസ്രാബ്ദ വാഴ്ചയെ കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. അതിനുശേഷം ഈ ഭൂമി കത്തിയഴിയുവാനായിട്ട് ഇടയാകും. അതിനുശേഷമാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും നമുക്ക് ഒരുക്കുവാനിടയാകുന്നത്. ആ ഇറങ്ങി വരുന്ന രാജ്യമാണ് ദൈവരാജ്യം. അക്ഷരീകമായി ദൈവം വാഴുന്ന, രാജാവായി വാഴുന്ന, മരണമില്ലാത്ത, മുറവിളിയില്ലാത്ത, കണ്ണുനീരില്ലാത്ത, കരച്ചിലില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് നാം പ്രവേശിക്കുവാനിടയാകും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇംഗ്ലീഷുകാർ പറയുന്നത് പോലെ ആ ദൈവരാജ്യം, അതിന് നമുക്ക് മലയാളത്തിൽ നമ്മളിവിടെ സുലഭമായി പറയുന്ന കാര്യങ്ങളാണ്. സ്വർഗം, മോക്ഷം എന്നൊക്കെ പറയാം. നമുക്കൊരുക്കുന്ന ഒരു രാജ്യമാണ്. ആ രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ ദൈവം ഒരുക്കിയത് തൻ്റെ പുത്രനെ കാൽവരി ക്രൂശിൽ തകർത്തത് കൊണ്ടാണ്. നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി അവനോട് പാപങ്ങൾ ഏറ്റുപറയുമ്പോൾ ദൈവം സൗജന്യമായി ക്ഷമിച്ചു തരുവാൻ ദൈവം ഒരുക്കുന്നതൊക്കെ ലളിതമാണ്, അല്ലേ? നമുക്ക് ശ്വസിക്കാൻ, ഉറക്കത്തിൽ ശ്വസിക്കാം, എവിടെ ഇരുന്നാലും ശ്വസിക്കാനായിട്ട് കഴിയും. ലളിതമായി ആ പാപമോചനം പ്രാപിച്ച്, ലളിതമായി യേശുവെ എൻ്റെ ഹൃദയത്തിൽ വരണമെന്ന് പറയുമ്പോൾ ദൈവം ആത്മാവായി നമ്മിൽ വസിച്ച്, അങ്ങനെ നമ്മുടെ ആത്മാവിനെ ദൈവത്തിൻ്റെ ആത്മാവ് ജീവിപ്പിച്ച് ദൈവരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയും. ദൈവാത്മാവുള്ളവരെല്ലാം ദൈവത്തിൻ്റെ മക്കളാകും. സ്വർഗസ്ഥനായ പിതാവ് എന്ന് വിളിക്കാനായിട്ട് കഴിയും. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പ്രിയപുത്രനാണ്. ആ നിലയിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയും. അത് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മിൽ ഉള്ളത് കൊണ്ടാണ്. അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവ് അത്ര ദൈവത്തിന്റെ ആത്മാവുള്ളവരെല്ലാം ദൈവത്തിന്റെ മക്കളാകും. അതിന് നമ്മൾ പരസ്യമായി സാക്ഷിക്കുന്ന ഒരു കാര്യമാണ് ജലത്തിൽ നാം സ്നാനപ്പെടുവാനായിട്ട് ഇടയാകണം. സ്നാനം ഒന്നേയുള്ളൂ, അത് ഒഴിക്കുന്നതല്ല, തളിക്കുന്നതല്ല, സ്നാനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ദൈവരാജ്യം ഇന്ന് ഹൃദയത്തിൽ, ആരുടെ ഹൃദയത്തിലാണോ ദൈവം വാഴുന്നത്, ദൈവം ആത്മാവായി വസിക്കുന്നത്, അത് ആത്മീയ രാജ്യത്തിലേക്ക് വരും. എന്നെ കേൾക്കുന്നവർ പ്രിയപ്പെട്ടവരെ, അവിടെ നീതിയോ, ആ നിയമമുണ്ട്, നീതിയോടെ സമാധാന പരിശുദ്ധാത്മാവിൽ സന്തോഷത്തോടെ ജീവിച്ചുവെങ്കിൽ, മൂന്നാമത്തേത് പറയുന്നത് ആ ദൈവരാജ്യത്തിനകത്ത് പവറുണ്ട്. അന്ധകാര ശക്തികൾ നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. അന്ധകാര ശക്തികളെ നിന്നെ ചണ്ടിയാക്കാൻ പറ്റത്തില്ല. അന്ധകാര ശക്തികൾക്ക് നിന്നെ വേപ്പിലയാക്കി മാറ്റാൻ കഴിയത്തില്ല. അന്ധകാര ശക്തികളുടെ മേലെ ഒരു വലിയ വിജയം. അനേകരുടെ ആരോഗ്യവും സമ്പത്തും തലമുറകളും ഭാവിയും ഒക്കെ കുടുംബങ്ങളൊക്കെ തകർത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു വളരെ ഭദ്രത നൽകുന്ന, സുരക്ഷിതത്വം നൽകുന്ന, ആശ്വാസം നൽകുന്ന, സമാധാനം നൽകുന്ന ഒരു വലിയ ദൈവശക്തിയെ പ്രാപിക്കുന്നതാണ് ദൈവം നമ്മുടെ ഹൃദയത്തിൽ വാഴുന്നത്. അതുപോലെ തന്നെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവ് പാപം ക്ഷമിച്ച് അവന്റെ രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് ദൈവമുമ്പാകെ വിശുദ്ധരായി തീരുന്ന ഈ വളരെ സൗജന്യവും ലളിതമായ ഈ ഒരു അനുഭവം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിന് വലിയ കോൺഫിഡൻസ് നൽകും. വളരെ പാറ പോലെ ഉറച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഒരു അനുഭവം നമുക്ക് വലിയ ലഭിക്കാനിടയായി തീരും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു, നിങ്ങളെ ക്ഷണിക്കുന്നു. ദൈവരാജ്യത്തിലേക്ക്, ദൈവമുള്ള ആ ഹൃദയമുള്ളവരായി, ആത്മീയ രാജ്യം, ആ ദൈവരാജ്യം ഉള്ളവരായി, ദൈവം ഒരുക്കുന്ന ആ നിത്യരാജ്യം, ദൈവരാജ്യം അക്ഷരികമായി കാണുന്നത് നമുക്ക് വസിക്കുവാൻ കഴിയുന്ന ഒരു രാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് കർത്താവേ യേശുവേ എൻ്റെ ഹൃദയത്തിൽ വരണമേ, അവൻ്റെ കൽപ്പനയാകുന്ന സ്നാനമേറ്റ് കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് മുന്നോട്ട് പോകുവാൻ വലിയവനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതിനായി നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എൻ്റെ വാക്കുകൾ കേട്ട എല്ലാ പ്രിയപ്പെട്ടവരോട് പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സന്ദേശം നിർത്തുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.